അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം നിറയുമ്പോൾ, അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം നിറയുമ്പോൾ ശിരസിൽ മുൾമുടി അണിഞ്ഞവരെ ഞാൻ ആരാധിക്കുന്നു. ഓ ശിരസിൽ മുൾമുടി അണിഞ്ഞവരെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് ആണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രകാരം പറയുക. ദൈവത്തിന് മനുഷ്യത്വം അവലംബിക്കുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ടി വന്ന മാർഗം പരിശുദ്ധ കന്യകാമറിയമാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യർക്ക് ദൈവത്തിലേക്ക് അടുക്കണമെങ്കിലും നാം അവലംബിക്കേണ്ട മാർഗവും പരിശുദ്ധ കന്യകാമറിയം തന്നെയാണ്. അതെ, ഈശോയുടെ അടുക്കലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു സ്വർഗീയ മധ്യസ്ഥ നമുക്കുണ്ട്, പരിശുദ്ധ അമ്മ. ഫലം വേണ്ടവർ വൃക്ഷത്തിൻ്റെ അടുക്കൽ പോകുന്നു, ഈശോയെ വേണ്ടവർ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്കും. ഫലം വേണ്ടവർ വൃക്ഷത്തിൻ്റെ അടുക്കലേക്ക് പോകുന്നു, ഈശോയെ വേണ്ടവർ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്കും. പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് നടക്കുമ്പോൾ നാം ഈശോയുടെ അടുക്കലേക്ക് തന്നെയാണ് എത്തുന്നത്. ഈശോയുടെ അമ്മ നമ്മുടെയും അമ്മ, പരിശുദ്ധ അമ്മ ഈശോയുടെ ഹൃദയം അറിഞ്ഞവൾ, പരിശുദ്ധ അമ്മ ഈശോയുടെ ഏറ്റവും ശ്രേഷ്ഠ ശിഷ്യ, പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്തിൽ വഹിച്ചവൾ. ഫാത്തിമയിലെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ അതിസുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഈ നിമിഷം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ ത്രിത്വമേ, ഓ പരിശുദ്ധ ത്രിത്വമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഭൂമിയിലെ എല്ലാ സക്രാരിയിലും സന്നിഹിതമായിരിക്കുന്ന ഈശോയുടെ വിലയേറിയ തിരുരക്തവും വിലയേറിയ തിരുശരീരവും ആത്മാവും ദൈവത്വവും എല്ലാ ദൈവദൂഷണങ്ങൾക്കും ദൈവനിന്ദകൾക്കും നിസ്സംഗതയ്ക്കും പരിഹാരമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെയും അനന്ത നന്മകൾ വഴി പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പരിശുദ്ധ അമ്മ നൽകിയ ഈ സുന്ദരമായ പ്രാർത്ഥന നമുക്ക് ഓർക്കാം. ലോകത്ത് പലയിടങ്ങളിലായി പരിശുദ്ധ അമ്മ തൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ നൽകുന്നുണ്ട്. പരിശുദ്ധ അമ്മ നൽകിയ പ്രത്യക്ഷീകരണങ്ങളിൽ എല്ലായിടത്തും അമ്മ ഒരുപോലെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: അനുതപിക്കുക, എൻ്റെ മകനിലേക്ക് തിരിച്ചു നടക്കുക.
അനുതപിക്കുക, എൻ്റെ മകനിലേക്ക് തിരിച്ചു നടക്കുക. ഈശോ തൻ്റെ സുവിശേഷ പ്രഘോഷണ വേളയിൽ ഏറ്റവും ആദ്യം പറഞ്ഞതും ഈ ഒരു തിരുവചനം തന്നെയാണല്ലോ. അനുതപിക്കുക, റിപ്പന്റ്. ഒരു കുടുംബത്തിലേക്ക് നാം നോക്കുമ്പോൾ കുടുംബത്തിലെ കൊച്ചു കൊച്ചു വഴക്കുകളും കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും ചെറിയ കശപിശകളും എല്ലാം തീരുന്നത് കുടുംബത്തിലെ അമ്മയുടെ ചുറ്റിലുമാണ്. അതെ, ഇടയ്ക്കെല്ലാം നമുക്കും ഇടറിപ്പോയിട്ടുണ്ട്, സത്യമാണ്. ഇടയ്ക്കൊക്കെ നമുക്കും തെറ്റിപ്പോയിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ നമുക്കൊരമ്മയുണ്ട്. സ്വർഗവുമായി നമുക്കുള്ള ആ ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോഴെല്ലാം അത് വിളക്കി ചേർത്ത് നമ്മളെ ഈശോയോട് അടുപ്പിക്കുന്ന ഒരമ്മ, എൻ്റെ അമ്മ, എൻ്റെ ഈശോയുടെ അമ്മ. ആ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ആ അമ്മയിലൂടെ ഈശോയിലേക്ക് നമുക്ക് അടുക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. മിസ്റ്റിക്കായിരുന്ന മരിയ വാൾത്തോർത്തയ്ക്ക് പരിശുദ്ധ അമ്മ ഒത്തിരി വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ ആത്മാവ് തൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി തന്ന മഹാരഹസ്യങ്ങളെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതിയായി ലോകത്തിനു വേണ്ടി കുറിച്ചു വയ്ക്കുന്നുണ്ട്. തൻ്റെ ആ പുസ്തകത്തിൽ മരിയ വാൾത്തോർത്തയോട് അമ്മ പറയുന്ന സുന്ദരമായ ഒരു വാക്യം ഇപ്രകാരമാണ്: ഈശോയുടെ നിത്യവാഹകയാണ് ഞാൻ. അരുളിക്കായിൽ തിരുവോസ്തി എന്ന പോലെ ഈശോ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. എന്നിൽ ചാരുന്നവർ ഈശോയെ സ്പർശിക്കുന്നു. എന്നെ കാണുന്നവർ ഈശോയെ കാണുന്നു. എന്നോട് സംസാരിക്കുന്നവർ ഈശോയോട് സംസാരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിൽ ചൊല്ലുന്ന അതിസുന്ദരമായൊരു പ്രാർത്ഥനയാണല്ലോ പരിശുദ്ധ അമ്മയുടെ ജപമാല. ജപമാല കൈകളിലെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ജപമാല മലകളിൽ നമ്മുടെ കൈകൾ ചേർക്കുമ്പോൾ നാം ഓർക്കണം, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണ് നാം പിടിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ കരങ്ങളോടാണ് നമ്മുടെ കരങ്ങൾ നാം ചേർത്ത് വെക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഈശോയുടെ അടുക്കൽ എത്തിക്കുന്ന വെറുമൊരു സന്ദേശഭാഗയല്ലെന്ന് ഞങ്ങൾ അറിയുന്നു. അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അമ്മ ഞങ്ങളുടെ കരങ്ങൾ പിടിച്ച് ഞങ്ങളെ കൊണ്ടുചെന്ന് നിർത്തുന്നത് ഈശോയുടെ കൺമുൻപിലാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയുടെ മുന്നിലേക്ക് ഞങ്ങളെ ഇങ്ങനെ എല്ലാ ദിവസവും കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞാൽ മതിയാകുമോ? വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്ന ചില കുടുംബങ്ങളെ നാം കാണുന്നുണ്ട്. ഏറ്റവും ആദ്യത്തേത് നസറത്തിലെ ആ തിരുക്കുടുംബം തന്നെയാണ്. അമ്മയായിരുന്ന കുടുംബങ്ങളിലെല്ലാം അനുഗ്രഹങ്ങളുടെ വലിയ പൂമഴ വർഷിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അതെ,
അമ്മയുടെ സാന്നിധ്യം അമ്മയായിരുന്ന കുടുംബങ്ങളിലെല്ലാം അനുഗ്രഹത്തിൻ്റെ വലിയ സാന്നിധ്യമായിരുന്നു. സക്കറിയായുടെ എലിസബത്തിൻ്റെ അടുക്കലേക്ക് മറിയം അനുഗ്രഹമായി കടന്നു ചെല്ലുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ അനുഗ്രഹമായി കടന്നു ചെല്ലുന്നുണ്ട്. കാനായിലെ വിവാഹം നടന്ന ആ ഭവനത്തിലും അമ്മയുടെ സാന്നിധ്യം കൊണ്ടുവന്ന അനുഗ്രഹം എത്രയധികമാണ്. ഒടുവിൽ സെഹിയോനൂട്ടിശാലയിൽ ആ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലാണല്ലോ ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നത്. അഗസ്തീനോസ് ഇപ്രകാരം പറയുന്നുണ്ട്, No one can praise Mary enough. No one can praise Mary enough. അമ്മയെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. നന്മ നിറഞ്ഞ ആ അമ്മേ, വിണ്ണിൻ രാജകന്യകയെ എന്നും ഇന്നും ഞങ്ങളുടെ കരങ്ങൾ പിടിച്ച് ഞങ്ങളെ ഈശോയിലേക്ക് വഴി നടത്തണമേ. അമ്മയോട് ചേർന്ന് അമ്മയെ വാഴ്ത്തി നമുക്ക് പാടി അമ്മയ്ക്ക് നന്ദി പറയാം, അമ്മയെ വണങ്ങാം. രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തന്റെ അമ്മയായ മേരി ലോകമാതാ മാതാവേ മാതാവേ മണ്ണിൽ ദീപം നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാര ആശാപൂരം ആശ്രയതാരം നീയേ പാരിൻ തായ നീയേ മേരി ലോകമാതാ മേരി ലോകമാതാ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ചരിത്രത്തെ തന്നെ എങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചത് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു വാക്കാണ്. രക്ഷകന് വഴിയൊരുക്കിയത് അമ്മയുടെ ഈ വാക്കാണ്. ഒരു കുഞ്ഞു കുട്ടി ആദ്യമായിട്ട് ഇങ്ങനെ എഴുത്തിനിരിക്കുമ്പോൾ അപ്പനോ അമ്മയോ ഏതെങ്കിലും ഒരു മുതിർന്നവർ അവൻ്റെ കൈ പിടിച്ചിങ്ങനെ ഓരോ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ ഇങ്ങനെ എഴുതും. ആ എഴുതുന്നത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ എഴുതിയതെല്ലാം അർത്ഥമുള്ള വാക്കുകളായിരുന്നു. പരിശുദ്ധ അമ്മ ദൂതനോട് യെസ് പറയുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മ പൂർണ്ണമായിട്ടൊന്നും എന്താണെന്ന് വ്യക്തമായിട്ട് അമ്മ അറിഞ്ഞിരുന്നില്ല. പക്ഷെ എങ്കിലും പൂർണ്ണമായിട്ട് അമ്മ വിശ്വസിച്ചു. അമ്മ യെസ് പറഞ്ഞു. അബ്രാഹത്തിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് നമ്മൾ വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വിശ്വാസത്തിൻ്റെ ഒരു മഹനീയ മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈശോ ഒരിക്കൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? അതിന് മറുപടിയായിട്ട് ഈശോ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നത് ആരാണോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. പരിശുദ്ധ അമ്മ ആരാണെന്ന് ഈശോ വ്യക്തമാക്കുകയായിരുന്നു ഇതേ വാക്കുകളിലൂടെ. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ
ക്രോണിക്കിൾസിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ ഫ്രാൻസിസിന് ഒരു ദർശനമുണ്ടായി. അതിങ്ങനെയാണ്: ഒരു ഗോവണി സ്വർഗത്തോളം എത്തിയിരിക്കുന്നു, അതിൻ്റെ അറ്റത്ത് പരിശുദ്ധ അമ്മയാണ്. സ്വർഗത്തിൽ അങ്ങനെ അമ്മ നിൽക്കുകയാണ്. ഫ്രാൻസിസിന് മനസ്സിലായി, സ്വർഗത്തിലേക്കുള്ള വഴി പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കലാണ്. അതെ, അമ്മയുടെ കരം പിടിച്ചവരൊന്നും ഒരിക്കലും സ്വർഗത്തിലെത്താതിരുന്നിട്ടില്ല. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: എന്നും എല്ലാ ദിവസവും ജപമാല വെച്ച് പ്രാർത്ഥിക്കുന്നവര് ഒരിക്കലും നശിച്ചു പോകില്ല. ഇത് ഞാൻ എൻ്റെ ചോര കൊണ്ട് എഴുതിത്തരാം. അതെ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടന്നവർ ഒരിക്കലും നശിച്ചിട്ടില്ല. പരിശുദ്ധ അമ്മേ, അമ്മ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കന്യകമേരി അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമേ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സത്താനെ ദൂരെ അകറ്റിടണേ, സത്താനെ ദൂരെ അകറ്റിടണേ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സത്താനെ ദൂരെ അകറ്റിടണേ, സത്താനെ ദൂരെ അകറ്റിടണേ. ആവേ മരിയ, ആവേ മരിയ, കന്യകമേരിയമ്മേ, 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 ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഈശോ ആദ്യമായിട്ട് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ നഗ്നനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണ് അവൻ വന്ന് വീഴുന്നത്. ഈശോ ഭൂമിയോട് വിട പറയുമ്പോഴും അവൻ നഗ്നനായിരുന്നു. അമ്മയുടെ കരങ്ങളിലാണ് അവനെ താങ്ങിപ്പിടിച്ചത്. നമ്മളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ നഗ്നരാകുമ്പോൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, ആരാലും മനസ്സിലാക്കപ്പെടാതെ വരുമ്പോൾ, പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വെടിയേറ്റപ്പോൾ പരിശുദ്ധ പിതാവ് ഇങ്ങനെയാണ് പറഞ്ഞത്: തോത്തൂസ് തൂസ്, അമ്മേ, പൂർണ്ണമായിട്ടും ഞാൻ അമ്മയുടേതാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ ഇങ്ങനെ പറയുന്നുണ്ട്: പരിശുദ്ധ അമ്മേ, അമ്മയേക്കാൾ ഭാഗ്യവതി ഞാനാണ്. കാരണം ഇത്ര പുണ്യവതിയായ, ഇത്ര സ്നേഹമുള്ള ഒരമ്മ പരിശുദ്ധ അമ്മയ്ക്കില്ല, എനിക്കുണ്ട്. അതെ, നമുക്കൊക്കെ അമ്മയായിട്ട് ഈശോ നൽകിയതാണ്. വിശുദ്ധ കുരിശിൻ്റെ മുമ്പാകെ അവസാനമായിട്ട് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ യോഹന്നാനോട് പറയുന്നത് ഇങ്ങനെയാണ്: ഇതാ, ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മേ, അമ്മയെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ സ്വന്തം അമ്മയായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു. അമ്മല മനോഹരി അമ്മേ, അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ കൂട്ടായിരിക്കണമേ. അമല മനോഹരി അമ്മേ, അവിടുത്തെ
സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം. അരികിൽ നീ വരണമേ, അരികിൽ നീ വരണമേ. കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം, കാനായിലെ ആ ഭവനം വീഞ്ഞു തീർന്ന നേരം, യേശുവിൻ മുന്നിൽ നിൻ തിരുസ്നേഹം മാധ്യസ്ഥത്തിൻ പൂമഴയേകി. യേശുവിൻ മുന്നിൽ നിൻ തിരുസ്നേഹം മാധ്യസ്ഥത്തിൻ പൂമഴയേകി. അമല മനോഹരിയമ്മേ, അവിടുത്തെ സ്നേഹത്തിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം, തലയൊന്നു ചായ്ക്കാൻ തുടിക്കുന്നെന്നുള്ളം. അരികിൽ നീ വരണമേ, അരികിൽ നീ വരണമേ. എക്കാലത്തെയും മികച്ച മരിയ ഭക്തരിൽ ഒരാളായ ലൂയിസ് ഡി മോൺഫോർട്ട് മാതാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവം മനുഷ്യർക്കായിട്ട് ഒരു ലോകം സൃഷ്ടിച്ചു, അതാണ് ഭൂമി. ദൈവം മാലാഖമാർക്കായിട്ട് ഒരു ലോകം സൃഷ്ടിച്ചു, അതാണ് സ്വർഗം. ദൈവം തനിക്കായി തന്നെ ഒരു ലോകം സൃഷ്ടിച്ചു, അതാണ് മറിയം. സുവിശേഷത്തിൽ മറിയത്തെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി എന്ന. കൃപ നിറഞ്ഞ മറിയം ദൈവകുമാരനെ പ്രസവിക്കാനായിട്ട് സ്വർഗം തിരഞ്ഞെടുത്ത ജന്മം. വായിച്ചൊരു വരികളുണ്ട്: ദൈവത്തിന് ലോകത്തെല്ലായിടത്തും എത്തി എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ അമ്മമാരെ സൃഷ്ടിച്ചു. അമ്മമാരോളം മക്കളെ സ്നേഹിച്ച ആരുമില്ല. മറിയവും അതുതന്നെയായിരുന്നു, ലോകത്തെ ഏറ്റവും സ്നേഹമുള്ള അമ്മ. തൻ്റെ പുത്രനെ ഏറ്റവും സ്നേഹമുള്ള ഒരമ്മയുടെ കയ്യിലേക്ക് ദൈവം കൊടുത്തു. പ്രിയപ്പെട്ട മറിയമേ, കൃപ നിറഞ്ഞവളെ, ഞങ്ങൾ അറിയുന്നു അമ്മയെപ്പോലെ സ്നേഹിക്കാൻ ലോകത്ത് ആർക്കും സാധിക്കില്ല. ഇഹത്തിലും പരത്തിലും ഞങ്ങളെ അമ്മയുടെ നീലക്കാപ്പയിൽ അമ്മ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഒറ്റയ്ക്കായി പോകുന്ന നിമിഷങ്ങളിൽ, ആരോരുമില്ലാത്ത നേരങ്ങളിൽ അമ്മയുടെ സ്നേഹത്തിലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമല മനോഹരിയായ അമ്മേ, എൻ്റെ അരികിൽ എന്നോട് ചേർന്ന് എന്നും എന്നും അമ്മ ഉണ്ടായിരിക്കണമേ. അമ്മേ, മറിയാമ്പികേ, മനതാരിൽ നീ മായാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊഴിയാത്ത പൊൻപൂവല്ലോ, ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂകുന്ന യാമങ്ങളിൽ ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. ഹൃദയം നിറവോടെ ഓർക്കും അമ്മേ കനിവുള്ള നിൻ സ്നേഹരൂപം. മറിയാമ്പികേ, മനതാരിൽ നീ മറയാത്ത മഴവില്ലല്ലോ, ആത്മാവിലെ അൾത്താരയിൽ പൊഴിയാത്ത പൊൻപൂവല്ലോ.
സർവശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അമ്മേ മാതാവേ, ചെറുപ്പം മുതൽ ചൊല്ലിപ്പടിച്ച പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമയായിരുന്നു. ചൊല്ലിയ ലുത്തിനികളെല്ലാം നിന്റെ അവദാനങ്ങളായിരുന്നു. എന്നിട്ടും ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അമ്മേ, ലോകം മുഴുവൻ അങ്ങേ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമ്പോഴും അമ്മ കടന്നുപോയ വേദനകൾ ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് ശിമിയോൻ പ്രവാചകന്റെ പ്രവചനങ്ങൾ അമ്മയുടെ ഹൃദയത്തിൽ തുളച്ചു കയറുമ്പോഴും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനായിരുന്നു അമ്മയ്ക്കിഷ്ടം. മാതാവിൻ്റെ 7 വ്യാകുലങ്ങളൊക്കെ നമ്മളെപ്പോഴും ധ്യാനിക്കാറുണ്ട്. വേദനയുള്ള, ചോര പൊടിയുന്ന ആ 7 വ്യാകുലങ്ങളും നമുക്ക് പറഞ്ഞു തരും. എന്തൊക്കെ വേദനയുണ്ടെങ്കിലും, എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെങ്കിലും അതിനെല്ലാം പരിഹാരം എൻ്റെ തമ്പുരാൻ നമുക്ക് കാണിച്ചു തരും. നീ ഏത് ബുദ്ധിമുട്ടുകളിലാണ് കടന്നു പോകുന്നത്? എന്തോരം വേദനയാണ് നീ സഹിക്കുന്നത്? ഒന്നും നീ കാര്യമാക്കണ്ട. പരീക്ഷ നിന്റെ ദൈവം അനുവദിക്കുന്നെങ്കിൽ പരിഹാരവും അവിടുന്ന് അതിനായി കരുതിയിട്ടുണ്ട്. അമ്മേ, അമ്മയെപ്പോലെ എന്തിനെന്ന് ചോദിക്കാതെ ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈശോയെ, അങ്ങയുടെ മാതാവിനെ ഞങ്ങൾക്കും അമ്മയെ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ അമ്മയോടൊപ്പം ഈശോയെ സ്തുതിക്കാം. വീണ്ടും പരിശുദ്ധമ്മയുടെ കൂടെ നമ്മുടെ ജീവിതങ്ങളിൽ അറിയാൻ വേണ്ടിയിട്ട് പരിശുദ്ധമ്മയോടൊപ്പം എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഇരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. ഇരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീരല്ല, യേശുവിൻ കരങ്ങളിലാ. വീഴുന്നത് തീരല്ല, യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ.